ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ടു മൈ ചാനൽ ആനിമേ കോർണർ. അപ്പോൾ നമ്മളങ്ങനെ സോളോ ലെവലിൻ്റെ അടുത്ത എപ്പിസോഡ് 5 ഇറങ്ങിയിരിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആ എപ്പിസോഡ് കണ്ടിട്ട് വരിക. കാരണം ഇന്നത്തെ നമ്മൾ കുറച്ച് സ്പോയിലേഴ്സും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കിനിയിപ്പം ഒട്ടും ലാഗടിപ്പിക്കാതെ തന്നെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഇത് വീഡിയോ പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം നമ്മൾ ലാസ്റ്റ് എപ്പിസോഡ് കണ്ടത് സംഘ് അതിനകത്ത് ആ ഡഞ്ചൻ്റെ ഉള്ളിൽ ആ ബോസിനെ ബീറ്റ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. പുറകിൽ ചായ വരുന്നു, നീ എന്താ ഇവിടെ നിന്ന് ചോദിക്കുന്നതെന്നായിരുന്നു. അപ്പം ഈ എപ്പിസോഡിലും തുടക്കം അത് തന്നെയാണ്. ചായ വന്നിട്ട് ചോദിക്കുന്നത് നീ ഇവിടെ എന്ത് ചെയ്യുകയാണ്. അപ്പോൾ സംഘം പറയുന്നുണ്ട്, ഞാൻ വഴി തെറ്റി വന്നതാണ്, ഇത് വലിയ ഡഞ്ചൻ്റെ അല്ലേ, അപ്പോൾ എനിക്ക് വഴി മാറിപ്പോയതാ അങ്ങനെയാണ്. അപ്പോൾ പറയുന്നുണ്ട്, ചായ പറയുന്നുണ്ട് ഇവിടെ അധികം നിൽക്കണ്ട, ഇത് ബോസിൻ്റെ സ്ഥലമാണ്, ബോസ് തന്നെ അറ്റാക്ക് ചെയ്യും ഇതാക്കും. അപ്പം പെട്ടെന്ന് സംഘം അവിടെ പോയി കഴിയുമ്പോൾ ചായക്കൊരു ഇത് ഇട്ടിട്ട് സംഘം വയ്ക്കുന്നു, നിനക്ക് ഒരു സെൻറ്റില്ലല്ലോ, ഒരു 100ൻ്റെ സെൻറ്റില്ലല്ലോ, നീ ശരിക്കും 100 തന്നെയാണോ എന്ന്. അപ്പം എന്നിട്ട് ചായ അവൻ്റെ ID കാർഡൊക്കെ എടുത്ത് നോക്കുമ്പോൾ അവനൊരു റാങ്ക് 100 എന്നുള്ളൊരു ഇത് കാണും. അപ്പോൾ ചായ വിചാരിക്കും, ഇനിയിപ്പോൾ ചിലപ്പോൾ ഇവന് ഈ റാങ്ക് 100 ആയതുകൊണ്ടായിരിക്കും എനിക്ക് അവൻ്റെ ഒരു സെൻറ്റും കാര്യങ്ങളും ഒന്നും കിട്ടാത്തത്. എന്നിട്ട് പറഞ്ഞു, നീ പൊക്കോ, ഇവിടെ അധികം നിൽക്കണ്ട, ഇത് ഭയങ്കര ഡേഞ്ചറായുള്ള സ്ഥലമാണ്, വലിയ ഡഞ്ചൻ്റാണ്, അതുകൊണ്ട് പൊക്കോന്ന്. പിന്നെ അടുത്ത സീൻ നമ്മൾ കാണുന്നത് സംഘം ബാക്കിയുള്ള കോവർക്കേഴ്സും കൂടെ അടുത്ത അവരുടെ ഇത് കളക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് മറ്റേ മൈനിങ് ടീമിലെ ലീഡർ പറയുന്നുണ്ട്, നീ വളരെ ലക്കിയാണ്, കാരണം നിനക്ക് ചായനെ അടുത്ത് കാണാനും സംസാരിക്കാനൊക്കെ പറ്റിയല്ലോ. അവർ യൂഷ്വലി അങ്ങനെ ആരുടെ അടുത്തും മിണ്ടാറൊന്നുമില്ല, കാരണം അവർക്ക് ഭയങ്കര സ്മെല്ലിൻ്റെ ഭയങ്കര പവറുള്ളത് കൊണ്ട് അവർക്ക് ഹണ്ടേഴ്സിൻ്റെ സ്മെല്ലൊന്നും അങ്ങനെ പറ്റത്തില്ല. പക്ഷെ നിനക്ക് അടുത്ത് നിന്ന് സംസാരിക്കാൻ പറ്റി, നീ വളരെ ലക്കിയാന്നുള്ള കാര്യം. അപ്പോൾ സംഘം ചിന്തിക്കുന്നുണ്ട്, അതെന്തായിരിക്കും എനിക്ക് കിട്ടാത്തത്. പിന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട പോലെ മറ്റേ ഐസ് ഡീമൻ പറഞ്ഞിരുന്നല്ലോ, നീ ഒഴിച്ച് ബാക്കിയുള്ള ഹ്യൂമൻസ് എല്ലാം എനിക്കിങ്ങനെ വിട്ട് തന്നേക്ക് കൊല്ലാനെന്ന്. ഇപ്പോൾ സംഘം വിചാരിക്കുന്നു, ഞാനൊരു പ്ലെയർ ആയതുകൊണ്ടായിരിക്കും എനിക്ക് സെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് എന്ന് പറഞ്ഞ് ആ ഒരു സീൻ തീർന്നു. അടുത്ത് നമ്മൾ കാണുന്നത് മറ്റേ മൈനിങ് ടീമിൻ്റെ ലീഡർ സംഘിന് മറ്റേ അവൻ ചെയ്ത വർക്കിൻ്റെ സാലറി കൊടുത്തിട്ട് പറഞ്ഞു, നിനക്ക് ഞങ്ങളുടെ കൂടെ തന്നെ ജോയിൻ ചെയ്യാമോ, നീ ഉള്ളത് കൊണ്ട് ഇന്ന് വർക്കൊക്കെ നേരത്തെ കഴിഞ്ഞു, എനിക്ക് പെട്ടെന്ന് കാര്യങ്ങളെല്ലാം തീർക്കാൻ പറ്റി, നീ എൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ വളരെ നല്ലതായിരിക്കും എന്നൊക്കെ. അപ്പോൾ സംഘ് പറയുന്നുണ്ട്, പറ്റത്തില്ല, എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഓഫർ റിഫ്യൂസ് ചെയ്യുകയാണ്. കാരണം 2 ദിവസം കഴിഞ്ഞിട്ട് സംഘിന് വീണ്ടും ഒരു റീടെസ്റ്റ് ഉള്ളതാണ് അവൻ്റെ പവറിൻ്റെ. അപ്പം സംഘം പറഞ്ഞു, താല്പര്യമില്ല, ഞാൻ ആക്കുന്നില്ല. അപ്പോൾ പുള്ളിക്കാരൻ ചോദിച്ചു, ഓക്കെ കുഴപ്പമില്ല, നിനക്ക് നാളെയും കൂടെ ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ സംഘം ഒന്ന് ചിന്തിച്ചിട്ട് പറഞ്ഞു, എന്ത് ഡഞ്ചൻ്റാണ്, ഏത് ലെവൽ ഡഞ്ചൻ്റാണെന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞു, അതൊരു A ലെവൽ ഡഞ്ചൻ്റാണ്, അപ്പോൾ നിനക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം സംഘം ആലോചിച്ചിട്ട് പറഞ്ഞു, കുഴപ്പമില്ല, ഞാൻ ഹെൽപ്പ് ചെയ്യാൻ നാളെയും കൂടെ നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും, വർക്ക് ചെയ്യാൻ ഞാൻ വില്ലിങ് ആണെന്നൊക്കെ പുള്ളി ഇങ്ങനെ പറഞ്ഞ് ആ ഒരു സീൻ അവിടെ തീരുകയാണ്. പിന്നെ ആ ഒരു സീൻ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കാണുന്നത് ചായയാണ്. ചായ ഒരു ഫോൺ കോൾ വിളിച്ചിട്ട് നമ്മുടെ സംഘിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്, അവൻ്റെ കാര്യങ്ങളെക്കുറിച്ച്. അപ്പം ആ കോളിൽ ഓപ്പോസ് ചെയ്യുന്ന പുള്ളി പറയുന്നുണ്ട്, അതൊക്കെ ഭയങ്കര കോൺഫിഡൻഷ്യലാണ്, അത് ഭയങ്കര ബ്ലോക്ക്ഡായിട്ടാണ് സംഘിൻ്റെ കാര്യങ്ങളൊക്കെ വെച്ചേക്കുന്നത്, നമുക്ക് ഡീറ്റെയിൽസ് ഒന്നും പ്രൊവൈഡ് ചെയ്യാൻ കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ചായ ചിന്തിക്കുന്നുണ്ട്, ഒരു റാങ്ക് 100ൻ്റെ ഡാറ്റ ഡീറ്റെയിൽസൊക്കെ എന്തിനാ ഇത്ര കോൺഫിഡൻഷ്യലായിട്ട് വെച്ചേക്കുന്നത്. അങ്ങനെ ചായ സർപ്രൈസ് ആയിട്ട് പിന്നെ കോള് കട്ടാക്കി കഴിഞ്ഞിട്ട് ചായ ഇങ്ങനെ ബെഡിൽ കിടന്ന് ചിന്തിക്കാൻ തുടങ്ങി. സംഘ് വളരെ ഒരു മിസ്റ്റീരിയസ് പേഴ്സണാണ്, എന്തുകൊണ്ടാണ് അവന് സെൻറ്റ് ഇല്ലാത്തത്, അവൻ ആരാണ് ശരിക്കും, അവൻ്റെ പവർ എന്താണ്, അവൾക്കൊരു മിസ്റ്റീരിയസ് തോട്ട് കാരണം അവളിങ്ങനെ ബെഡിൽ കിടന്ന് ഇങ്ങനെ ചിന്തിച്ച് കിടക്കുകയാണ്. അതോടെ ആ ഒരു സീൻ അവിടെ തീർന്നു കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത് കാണിക്കുന്നത് സംഘാണ്. സംഘ് പിറ്റേ ദിവസം വരാമെന്ന് പറഞ്ഞ് വർക്കിംഗ് ഫീൽഡിലോട്ട് അവൻ വരുന്നതാണ്. അവൻ്റെ വെയിറ്റേഴ്സൊക്കെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് ഒരു റാങ്ക് 100 വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ കൂടെ ഒരു ഇതായിട്ട് അവൻ്റെ ബാഗും കാര്യമൊക്കെ ക്യാരി ചെയ്യാനായിട്ടൊരു ഒരാളും കൂടെ ആയിട്ട് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് ഹെൽപ്പ് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ മൈനിങ് ടീമിൻ്റെ ലീഡർ പറഞ്ഞു, അത് ഞങ്ങളുടെ ഡ്യൂട്ടി അല്ലല്ലോ, അത് റിക്കവറി ടീമല്ലേ അത് നോക്കേണ്ടത്, ഞങ്ങളോട് ഹെൽപ്പ് ചോദിക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കും. അപ്പോൾ മറ്റേ റാങ്ക് 100 പറയുന്നുണ്ട്, അതിന് റിക്കവറി ടീമിലുള്ള എല്ലാവരും വളരെ ടയേർഡാണ്, അവർക്ക് അടുത്ത റെയ്ഡിന് വരാൻ പറ്റാത്തൊരു അവസ്ഥയാണ്, അപ്പം നിങ്ങളുടെ ആർക്കെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ബാക്കിയുള്ളവരെല്ലാവരും
അത് പേടിച്ചിട്ട് റിഫ്യൂസ് ചെയ്യാണ്. കാരണം ഒരു എ റാങ്ക് ലെവൽ ഡഞ്ചൻ്റാണ് കാര്യം. അപ്പോൾ അതിനനുസരിച്ചുള്ള മാജിക്കൽ ബീസ്റ്റ് എല്ലാം അത്രയ്ക്ക് പവർഫുള്ളാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് സംഘ് പറയുന്നുണ്ട് ഞാൻ റെഡിയാണ്, ഞാൻ വില്ലിങ്ങാണ്, ഞാൻ വരാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ളവരും അത് എതിർക്കുന്നുണ്ട്. പോകണ്ട, അതൊരു എ റാങ്ക് ഡഞ്ചൻ്റാണ്, അവിടുത്തെ മാജിക്കൽ ബീസ്റ്റ് വളരെ പവർഫുള്ളാണ്, അത് നിനക്ക് ഇതാക്കും, നീ വളരെ ഇതായിരിക്കും. എന്നിട്ട് മറ്റേ ഹണ്ടർ ചോദിക്കുന്നുണ്ട് നിൻ്റെ റാങ്ക് എന്താണ്. അപ്പോൾ സംഘം പറയുന്നുണ്ട് ഈ റാങ്ക് ഹണ്ടറാണ്. അപ്പോൾ മറ്റേ ഹണ്ടർ പറഞ്ഞു നീ ഈ റാങ്ക് ഹണ്ടറല്ലേ, അപ്പോൾ നിനക്ക് ഈ ജോബിന് പറ്റും, നീ ഭയങ്കര വില്ലിങ് ആണെന്ന് പറഞ്ഞിട്ട് സംഘനെയും പിടിച്ചുകൊണ്ട് അവർ ആ ഡഞ്ചൻറ്റിൻ്റെ പുറത്തായിട്ട് ഉള്ളിലോട്ട് എൻ്റർ ചെയ്യാൻ വേണ്ടി അവരിങ്ങനെ നിൽക്കുകയാണ്. സംഘം അവർ നിരീക്ഷിച്ചപ്പോൾ കണ്ടത് സംഘം ബാക്കിയുള്ള റെയ്ഡിലെ പോലെയല്ല, ഇവിടെയുള്ള മറ്റേ ഹണ്ടേഴ്സ് എല്ലാം അത്യാവശ്യം പവർഫുള്ളാണ്. അവരുടെ കൂടെ ഒരു എ റാങ്ക് ഹണ്ടറും ബാക്കിയുള്ളവരൊക്കെ ബി റാങ്ക് ഹണ്ടേഴ്സുമാണ്. അപ്പം അവരെല്ലാവരും കൂടെ അത്യാവശ്യം പവർഫുൾ ആയതുകൊണ്ട് ഈ ഡഞ്ചൻറ്റ് പെട്ടെന്ന് ക്ലിയർ ചെയ്യുന്നുള്ളൊരു മെൻറ്റിലായിരുന്നു. അവരങ്ങനെ ആ ഡഞ്ചൻ്റെ ഉള്ളിലോട്ട് കയറിയപ്പോൾ അവിടെയുള്ള ഒരു ഹീലർ അവനോട് പറഞ്ഞു നീ ഒന്നും കൊണ്ടും പേടിക്കണ്ട, നമ്മുടെ ലീഡർ അതായത് ആ എ റാങ്ക് ഹണ്ടർ വളരെ പവർഫുള്ളാണ്, അതുകൊണ്ട് നീ വളരെ സേഫായിരിക്കും, പേടിക്കൊന്നും വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ സംഘം ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, തൻ്റെ പഴയ ഒരു ടീമേറ്റ് മറ്റേ ഹീലർ ഉണ്ടായിരുന്നല്ലോ, പുള്ളിക്കാരത്തിനൊക്കെ ഇങ്ങനെ ഓർത്ത് അവരിങ്ങനെ അവരുടെ ഡഞ്ചൻ റെയ്ഡിൻ്റെ ഉള്ളിലോട്ട് പോയി. അവരിങ്ങനെ കുറച്ചിങ്ങനെ പോയി കഴിയുമ്പം അവരിങ്ങനെ പോകുമ്പോൾ ആ മറ്റേ എ ലെവൽ ഹണ്ടർ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഈ ഒരു റെയ്ഡും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നല്ലൊരു ക്യാപ്റ്റനാവും, എനിക്ക് മറ്റേ എ ടീമിലോട്ടേക്ക് പോകാം. എ ടീം എന്ന് പറഞ്ഞാൽ മറ്റേ എക്സ്ട്രാങ് കണ്ടേഴ്സുള്ള ചായയും ഒക്കെ ഉള്ള ആ ടീമിലോട്ടേക്ക് പോകാൻ പറ്റുമെന്നുള്ളൊരു ഇതിൽ അവരിങ്ങനെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു ഇൻസ്റ്റിങ്സ് കിട്ടി. അവർ നോക്കുമ്പോൾ 1-2 മാജിക്കൽ ബീസ്റ്റ് അവരുടെ നേരേക്ക് ചാടി വരുന്ന അവരെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. അവർ നോക്കുമ്പോൾ അത് അവരെല്ലാം തന്നെ ഡിഫീറ്റ് ചെയ്ത് കഴിഞ്ഞ് നോക്കുമ്പോൾ അതൊരു സി റാങ്ക് മാജിക്കൽ ബീസ്റ്റാണ്. അതെങ്ങനെ ഈ എ റാങ്ക് ഡഞ്ചൻ്റെ ഉള്ളിൽ വന്നു എന്ന് അവരിങ്ങനെ സർപ്രൈസ്ഡ് ആയിപ്പോയി. അപ്പം അതിൻ്റെ അടുത്തേക്ക് സംഘി എന്നിട്ട് നോക്കുമ്പോൾ അവരുടെ കഴുത്തിലൊരു കോളറുണ്ട്. അത് ക്യാപ്റ്റനെ വിളിച്ചൊരു കാണിച്ചു കൊടുക്കും, ഇത് കണ്ടോ ഇത് കോളറുണ്ട്, ഇതാരോ വളർത്തുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ അതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അവരതിങ്ങനെ അതിനെ ചത്തതിനൊക്കെ ഇങ്ങനെ അവരിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് അടുത്ത മാജിക്കൽ ബീസ്റ്റ് വരുന്നത്. അതെന്ന് പറയുമ്പം ഹൈയോർക്സ് ആണ്. ഈ ഹൈയോർക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ എ ലെവൽ ഹണ്ടേഴ്സിൻ്റെ അത്രയും പവർഫുള്ളാണ് ഈ ഹൈയോർക്സ്. അവരാണ് ഇവരെ ഈ ഡഞ്ചന് ക്ലിയർ ചെയ്യാൻ വന്ന് ഈ ടീമിനെ അറ്റാക്ക് ചെയ്യാൻ വന്നേക്കുന്നത്. അപ്പം ഇവർ ഇത്രയ്ക്ക് പവർഫുൾ ആയതുകൊണ്ട് ഇവരുടെ ആദ്യത്തെ ഒരു അറ്റാക്ക് നമ്മുടെ ക്യാപ്റ്റൻ തടുക്കുന്നുണ്ട്, ഒരു ഷീൽഡ് വെച്ച് തടുക്കുന്നുണ്ട്. പക്ഷേ ക്യാപ്റ്റൻ അത് അത്രയ്ക്ക് ഇതാക്കിയില്ല, അവർ ഷീൽഡ് ക്രാക്കായിപ്പോയി. ബാക്കി ഇവരുടെ ടീംമേറ്റ്സ് എല്ലാം ബി ലെവൽ ഹണ്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അവരിത്രയും ഈ ഹൈയോർക്സിൻ്റെ അത്ര പവർഫുൾ അല്ലാതുകൊണ്ട് അവരുടെ പവേഴ്സൊക്കെ ബ്രേക്ക് ചെയ്ത് ഈ ഹണ്ടേഴ്സ് ഈ മാജിക്കൽ ബീസ്റ്റ് വരുന്നുണ്ട്, ഈ ഹണ്ടേഴ്സിനെ അടിച്ച് വീക്കാക്കുന്നുണ്ട്. ഈ ഒറ്റ ഹീലർ അവരുടെ കൂടെ ഉള്ളത് കൊണ്ട് തന്നെ അവരെല്ലാവരെയും ഇവർക്ക് ഒറ്റ ടൈമിൽ ഹീൽ ചെയ്യാനും പറ്റുന്നില്ല. അങ്ങനെ അവരാകെക്കൂടെ ഒരു ഇതിലാണ് ഒരു ക്രൂഷ്യൽ മൂമെൻറ്റിൽ ഇങ്ങനെ നിൽക്കുമ്പം ഒരു ഹണ്ടറിൻ്റെ കൈ പെട്ടെന്ന് ഒരു ബീസ്റ്റ് വന്നിട്ട് അങ്ങ് വെട്ടി. ഈ വെട്ടിയ ഹണ്ടറിൻ്റെ കൈ പെട്ടെന്ന് തന്നെ ഹീലർ വന്ന് ഹീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഹീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന മൊമെൻറ്റിൽ ഇവളുടെ പുറകിലായിട്ട് ഇതാ ഒരു മാജിക്കൽ ബീസ്റ്റ് വന്നു, ഈ അയോർക്ക് വന്നു. ഈ അയോർക്ക് ഇവളിങ്ങനെ വിഷമിച്ച് തീർന്നല്ലോ എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് സംഘിൻ്റെ മറ്റേ ഇൻവിസിബിൾ പവർ വെച്ചിട്ട് ആ ഹയോർക്കിനെ അങ്ങ് ഡിഫീറ്റ് ചെയ്ത് കൊന്നു. അവനെ കൊന്നു കഴിഞ്ഞിട്ട് അപ്പോൾ സംഘ് പറഞ്ഞു ഈ ഫൈറ്റിൽ ഞാനും കൂടെ വേണം, ഇല്ലെങ്കിൽ എൻ്റെ ടീംമേറ്റ്സിനെ എനിക്കിനി നഷ്ടപ്പെടുത്താൻ വയ്യ, അതുകൊണ്ട് ഞാനെന്താ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് സംഘം അവരുടെ ഓരോ വൈറ്റൽ പോയിൻറ്റ്സ് പോയിട്ട് അറ്റാക്ക് ചെയ്ത് ആ ബീസ്റ്റിനെ വീക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും ബാക്കിയുള്ള ഈ ഹണ്ടേഴ്സിനെ എല്ലാവർക്കും കൂടെ അവർ ഡിഫീറ്റ് ചെയ്യാൻ പറ്റി. അങ്ങനെ സംഘിൻ്റെ ഹെൽപ്പോടെ ഇവരെല്ലാ ബീസ്റ്റിനെ അവർ ഡിഫീറ്റ് ചെയ്ത് ആ ഫൈറ്റ് കഴിഞ്ഞതോടെ അവരെല്ലാവരും ചിന്തിച്ചു ഇത്രയും നേരം പവർഫുള്ളായിട്ട് നമ്മളോട് ഫൈറ്റ് ചെയ്തത് എങ്ങനെ ഇവർ പെട്ടെന്ന് വീക്കായത്, നമ്മൾ ആരോ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് മറ്റേ എ റാങ്ക് ഹണ്ടർ ചോദിച്ചു നിങ്ങൾ ആരെങ്കിലും കണ്ടായിരുന്നോ? അപ്പോൾ അവർ പറഞ്ഞു ഇല്ല, എന്തോ ഇൻവിസിബിൾ പവർ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, അവരെന്താ അതുകൊണ്ടാണ് നമുക്ക് ഡിഫീറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ മറ്റേ ലീഡർ ചോദിക്കുന്നുണ്ട് നമ്മൾ ഇനിയും മുമ്പോട്ട് പോകണോ, ഇത് വളരെ ഡേഞ്ചറാണ്, ഇവരെങ്ങനെ എന്തോ ഇവിടെ മറ്റേ മിസ്റ്റേക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമ്മളിങ്ങനെ മുമ്പോട്ട് പോകണമെന്നൊക്കെ അവരിങ്ങനെ ഒരു ഡിസിഷൻ അവിടെ ടേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ സംഘം പറയുന്നുണ്ട് യൂഷ്വലി എല്ലാ സമയത്തും എല്ലാവരും ഈ ഒരു ടൈമിൽ ഡഞ്ചനെ ക്ലിയർ ചെയ്യണം തന്നെയാണ് ചിന്തിക്കുന്നത്, അതുകൊണ്ട് തന്നെ അത് മുമ്പോട്ട് പോകാൻ തന്നെയാണ് എല്ലാവരും ചിന്തിക്കുക എന്നൊക്കെ സംഘം ഇങ്ങനെ പറഞ്ഞു. പക്ഷേ ക്യാപ്റ്റൻ പറഞ്ഞു വേണ്ട, കാരണം എൻ്റെ ടീംമേറ്റ്സിൻ്റെ ലൈഫ് റിസ്ക് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ട് നമുക്ക് തിരിച്ച് പോകാൻ റിട്രീവ് ചെയ്യാമെന്നുള്ളൊരു മൈൻഡിൽ അവർ തിരിച്ച് പോകാനുള്ള തിരിച്ചവർ നടന്ന് അവർ ആ ഡഞ്ചൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞ് നമ്മൾ മറ്റേ പുറത്തോട്ട് പോകാനുള്ള അവിടെ എത്തിക്കഴിഞ്ഞ് നോക്കുമ്പോണ്ട്
അവിടെ ഒരു സർപ്രൈസ് ആയിപ്പോയി. കാരണം ഒരു മാജിക്കൽ ബാരിയർ അവിടെ ഫോമായി. മാജിക്കൽ ബാരിയർ ഫോമായിട്ട് അവർക്ക് പുറത്തോട്ട് പോകാനും പറ്റില്ല. അപ്പോൾ അവർ മനസ്സിലായി ഇതിൻ്റെ ഹൈയോർക്സിൻ്റെ ബോസ് ചെയ്ത പരിപാടിയാണ്. കാരണം അവർക്ക് ആ ബാരിയറിൻ്റെ പുറത്തോട്ട് പോയാലേ അവർക്ക് ഡഞ്ചനിൻ്റെ എസ്കേപ്പ് ആകാൻ പറ്റുള്ളൂ. അപ്പം ഇവർ നോക്കുമ്പോൾ എന്നിട്ട് ഇവരുടെ കൂടെയുള്ള ആ ഹണ്ടറിനെ വെച്ചിട്ട് ആ ബാരിയർ ബ്രോക്ക് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ ഇത് കേസ്ഡ് ആയിട്ടുള്ള ഇതാണ്. അപ്പം അവരെ പെട്ടെന്ന് ആ ഒരു ബാരിയർ അറ്റാക്ക് ചെയ്യുക, അവളെ വായിക്കൂടെയും കൂടെയൊക്കെ ചോര വരുത്തി അവരെ കംപ്ലീറ്റ് വീക്കാക്കി. പുറകോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ ഹൈയോർക്സിൻ്റെ ഒരു ഫുൾ ആർമി അവർ തന്നെ വെയിറ്റ് ചെയ്ത് അവിടെ നിൽപ്പുണ്ട്. എന്നിട്ട് ഭയങ്കര ഒച്ച ഉണ്ടാക്കിയിട്ട് മറ്റേ ഹൈയോർക്ക് പറഞ്ഞു, ഈ ബാരിയർ ഉണ്ടാക്കിയത് ഞാനാണ്, നിങ്ങൾക്ക് എൻ്റെ ബോസിനെ കാണാണ്ട് പോകാൻ പറ്റില്ല, നിങ്ങളെന്തായാലും എൻ്റെ ബോസിനെ കാണണം, ഹ്യൂമൻസ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആക്കി. അപ്പോൾ മറ്റേ ഹെയർ ഹണ്ടർ പറഞ്ഞു, ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് എസ്കേപ്പ് ആകാൻ വഴിയില്ല, ഇവരായിട്ടൊരു ഫൈറ്റ് എടുക്കാതെ നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല എന്ന് ഉറപ്പിച്ച് അവരിങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ അവർ ഓക്കെ സമ്മതിച്ച്, ഞാൻ റെഡിയാണ്, ബോസിനെ കാണാൻ റെഡിയാണെന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പോൾ ഹൈയോർക്ക് പറഞ്ഞു, എന്നാൽ എന്നെ ഫോളോ ചെയ്യുമെന്ന് പറഞ്ഞ് അവരിങ്ങനെ പോകുന്ന സമയത്ത് ആ എയർ ഹണ്ടർ സങ്ങിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ അവിടെ ചെന്നിട്ട് എന്നെ ഒരു സർപ്രൈസ് അറ്റാക്ക് ചെയ്യും, ആ ഒരു ടൈമിൽ നീ എസ്കേപ്പ് ആവണം, അല്ലെങ്കിൽ നിൻ്റെ ലൈഫ് റിസ്ക്കാണ്, നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. അങ്ങനെ അവനെ സങ്ങിനെ സേഫാക്കാനുള്ള രീതിയിൽ മറ്റേ എയർ ഹണ്ടർ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പം ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ സങ് ഇങ്ങനെ ചിന്തിച്ചു, ഇതേപോലെ തന്നെ ആയിരുന്നല്ലോ നമ്മളെ ഡബിൾ ഡഞ്ചൻ്റെ ഇൻസിഡൻറ്റും, പക്ഷേ അവിടെ എല്ലാവരും എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയി, ഇവിടെ എന്നെ രക്ഷിക്കാനാണ് ഇവർ നോക്കുന്നതെന്ന്. ഈ ഗ്യാപ്പിൽ മറ്റേ ഹീലറായിരുന്ന ആ ഹണ്ടർ വന്നിട്ട് ഇവനൊരു ഡയറി കൊടുത്തിട്ട് പറഞ്ഞു, ഇതെൻ്റെ ഡയറിയാണ്, ഇതെൻ്റെ വീട്ടിൽ കൊടുക്കണം, അവരോട് പറയണം ഇതെൻ്റെ ആഗ്രഹങ്ങളും ഇതൊക്കെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു ഡയറി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സങ് അതൊക്കെ മേടിച്ച് വെച്ചിട്ട് അവർ പറഞ്ഞു, ഓക്കെ ഞാൻ കൊടുത്തോളാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സങ് ചിന്തിച്ചു, ഞാനിവരെ രക്ഷിക്കണോ വേണ്ടിയോ എന്നുള്ളൊരു ഇതൊക്കെ ആക്കിയിട്ട് സങ് ഇങ്ങനെ നിൽക്കുവാണ്. ഇപ്പോൾ അടുത്ത സീനിൽ പിന്നെ കാണിക്കുന്നത് ചായീനെയാണ്. ചായി സങ്ങിനെ അന്വേഷിച്ച് മറ്റേ മൈനിങ്ങിലോട്ട് വന്നു. അപ്പം മൈനിങ്ങിൻ്റെ മറ്റേ ലീഡർ ചോദിച്ചു, എന്താണ് മാഡം ഇവിടെ നിൽക്കുന്നതെന്നൊക്കെ. അപ്പോൾ പറഞ്ഞു, സങ് സങ്ങിനെ അന്വേഷിച്ച് വന്നതെന്ന് പറഞ്ഞു. അപ്പം ആ പുള്ളിക്കാരൻ പറഞ്ഞു, സങ് മറ്റേ റാങ്ക് ഹണ്ടേഴ്സിൻ്റെ ഇപ്പോൾ ഒരു റാങ്ക് ഡഞ്ചനിലോട്ടേക്ക് റെയ്ഡിന് പോയേക്കാണ്. അപ്പോൾ അവൾ ചോദിച്ചു, റെയ്ഡിന് പോയോ എന്ന് ചോദിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ അടുത്ത സീനിൽ കാണുന്നത് ഇവരെല്ലാവരും കൂടെ മറ്റേ ഹൈയോർക്സിൻ്റെ മറ്റേ ബോസിനെ കാണാനായിട്ട് വന്നേക്കാണ്. അവിടെ ബോസിനെ കണ്ടു. അതോടെ ഈ എപ്പിസോഡ് തീരെയാണ്. അപ്പം ഇതുവരെ എല്ലാവരും വീഡിയോ കണ്ട് എല്ലാവരും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.